BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോളേജ് ക്യാമ്പസിലാണ് ഞാനും ഷാലും ഇപ്പൊ വന്നിട്ടുള്ളത്. BGS കോളേജ് ഓഫ് നഴ്സിംഗ്, അപ്പോളോ ഹോസ്പിറ്റൽ, മൈസൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BGS കോളേജ് ഓഫ് നഴ്സിംഗിനെ കുറിച്ചിട്ടും ഇവിടെ വരുന്ന മറ്റുള്ള ക്യാമ്പസുകളെ കുറിച്ചിട്ടും കോഴ്സുകളെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. തീർച്ചയായിട്ടും ഒത്തിരി കുട്ടികളെ എൻക്വയറി ചെയ്യുന്ന ശാല, ഒത്തിരി കുട്ടികൾ മൈസൂർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കുട്ടികളെ എൻക്വയറി ചെയ്യുന്ന ഒന്നാമത്തെ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന കോളേജാണ് BGS എന്ന് പറയുന്നത്. അപ്പൊ BGSനെ കുറിച്ച് ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അതെ, എങ്ങനെയാണ് ഇപ്പം BGS കോളേജ് തുടങ്ങേണ്ടത്, പറഞ്ഞു തുടങ്ങേണ്ടത്? BGS കോളേജ് തുടങ്ങേണ്ടത് പറഞ്ഞാൽ BGS ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇന്ത്യയിലെ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ആണ് BGS. അപ്പോളോ ഹോസ്പിറ്റലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മൈസൂരുള്ള അപ്പോളോ ഹോസ്പിറ്റൽ, ഇതിന്റെ കോളേജ് ഈ കാണുന്ന ബാക്ക് സൈഡിൽ കാണുന്നതാണ് കോളേജ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് വാക്കബിൾ ഡിസ്റ്റൻസ് ഈ കാണുന്ന തൊട്ടപ്പുറത്തുള്ളത് തന്നെയാണ് അപ്പോളോയുടെ ഹോസ്പിറ്റൽ വരുന്നത്. അപ്പോളോ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട, ഏകദേശം ഇന്ത്യയിലുടനീളമായിട്ട് 8000-ലധികം ബെഡഡ് കപ്പാസിറ്റീസ് ആണ് അപ്പോളോ ഗ്രൂപ്പിന് മൊത്തത്തിലുള്ളത്. അതിലെ മൈസൂരുള്ള അപ്പോളോ ഹോസ്പിറ്റൽ അത്യാവശ്യം നല്ല പേഷ്യന്റ് എക്സ്പോഷർ ഉണ്ട്. പിന്നെ കോളേജിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളി കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ 1996 ഇവിടെ നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ GNM ആണ്. നമുക്ക് ഇവിടെ വരുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒന്ന് GNM ആണ്. GNM-ന് ടോട്ടലി 80 സീറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ പിന്നെ വരുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആണ്. BSc നഴ്സിംഗ് 2003 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ ഇവിടെ മലയാളി കുട്ടികൾ പഠിച്ചു. നീ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രത്തോളം മലയാളി കുട്ടികളാണ് ഇവിടുന്ന് പഠിച്ച് പാസ്സായി. പല കുട്ടികളും പല രാജ്യത്തും ഇപ്പോഴും അതിന്റെ ഒരു ഡിമാൻഡ് ഇവിടെ ഉണ്ട്. കാരണം ഇതൊരു അന്നത്തെ സമയത്ത് ഇതൊരു ഗേൾസ് ഉള്ള ക്യാമ്പസ് ആയിരുന്നു. ആൺകുട്ടികൾക്ക് അധിക സീറ്റുകൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഗേൾസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ എൻട്രൻസ് എക്സാം വന്നല്ലോ. ഇപ്പൊ കർണാടകത്തിലെ ഉടനീളമായിട്ട് KCET എൻട്രൻസ് എക്സാം വന്നിട്ടുണ്ട്. അപ്പൊ KCET എൻട്രൻസ് എക്സാം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ബോയ്സിനും അലോട്ട്മെന്റ് വഴി ബോയ്സിന് കയറാൻ പറ്റും. അതല്ലാതെ കോളേജ് അത്രത്തോളം ബോയ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോ 2003 മുതൽ ഇവിടെ BSc നഴ്സിംഗ് ഉണ്ട് ശാല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ മലയാളികളിലെ ഏറ്റവും കൂടുതൽ പാരന്റ്സിന് ട്രസ്റ്റബിൾ ആയിട്ട്, അതായത് ഈ കാണുന്ന കോളേജും ഈ കാണുന്ന കോളേജിന്റെ അകത്ത് തന്നെയാണ് ഗേൾസിന്റെ ഹോസ്റ്റൽ വരുന്നത്. ഈ കാണുന്നതാണ് കോളേജ് ബിൽഡിംഗ് വരുന്നത്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഹോസ്റ്റലും പെൺകുട്ടികൾക്ക് വരുന്നത്. ആൺകുട്ടികൾക്ക് പുറത്താണ്. ആൺകുട്ടികൾക്ക് ഇൻസൈഡ് ഹോസ്റ്റൽ അധികം ആൺകുട്ടികൾ പഠിക്കുന്നില്ല. ഇവിടെ പഠിക്കുന്നതിൽ 95% കുട്ടികളും ലേഡീസാണ്. പിന്നെ BGS കോളേജിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ BSc നഴ്സിംഗ് 2003 വന്നു. അതുപോലെ തന്നെ 2007-08 കാലഘട്ടത്തിൽ നമുക്ക് MSc പ്രോഗ്രാമുകൾ ഇവിടെ വന്നിട്ടുണ്ട്. MSc ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത്, MSc ഇൻ മെഡിക്കൽ സർജിക്കൽ, MSc OBG ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, പീഡിയാട്രിക്, സൈക്കാട്രി. ടോട്ടൽ ഓരോ സബ്ജക്റ്റിനും 5 സീറ്റ് വീതം ഇവിടെ MSc അവൈലബിൾ ആണ്. ഇതാണ് വേറൊരു ഗുണം. പിന്നെ 1996 മുതൽ ഇവിടെ GNM ഉണ്ട്. GNM-നും ഇവിടെ 80 സീറ്റോളാണ് ഉള്ളത്. GNM-നും ഒത്തിരി മലയാളി കുട്ടികൾ വന്ന് പഠിക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം ലോ പാക്കേജ് ആണ്, നല്ല കോളേജാണ്. പിന്നെ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കഴിഞ്ഞ കുട്ടികൾക്ക് നഴ്സിംഗിലോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ GNM ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതൊരു പോയിന്റ് ആണ് കേട്ടോ അല്ലെ. ഇപ്പൊ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികളെ ചിന്തിക്കും നമുക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് വരാൻ കഴിയും. തീർച്ചയായിട്ടും GNM കൊടുക്കുന്നത് ഡയറക്ടർ, ഇവിടുത്തെ ഗവൺമെന്റ് തന്നെയാണ് GNM ഇതാക്കുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് കർണാടകയുടെ അണ്ടറിലാണ് GNM വരുന്നത്. പിന്നെ BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിലും BGS ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇവർക്ക് വേറെ യൂണിവേഴ്സിറ്റി വരുന്നുണ്ടല്ലോ. BGS മറ്റേ അടിചുഞ്ചനാഗിരി യൂണിവേഴ്സിറ്റി ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ക്യാമ്പസ് വരുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്, RGHS. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തുടങ്ങിയ കോളേജ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു വാല്യൂ ഉണ്ട്. സേഫ് ആണ്, സെക്യൂർ ആണ്. പിന്നെ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഇൻസൈഡ് ക്യാമ്പസ് തന്നെയാണ്. കോളേജിന്റെ ഉള്ളിൽ കൂടെ തന്നെ നടന്നാൽ പുറത്ത് തന്നെ ഈ കാണുന്ന തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ വരുന്നത്. പ്രാക്ടിക്കലിന് ഏറ്റവും കൂടുതൽ JSS പോലെ തന്നെ ഏറ്റവും കൂടുതൽ പേഷ്യന്റ് എക്സ്പോഷർ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്ര കൂടുതൽ വിദ്യാർത്ഥികൾ ഈ കോളേജ് ചൂസ് ചെയ്യാനുള്ളത് അല്ലെ. അതെ,
മലയാളി വിദ്യാർത്ഥികളെ എങ്ങനെയാണ് ഇത് ആകർഷിക്കുന്നത് കോളേജ്? സേഫ് ആണ്, സെക്യൂർ ആണ്, സ്ട്രിക്റ്റ് ആണ്. പെൺകുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. പാരന്റ്സിനാണ് കൂടുതൽ തങ്ങളുടെ വിദ്യാർത്ഥികളെ, തങ്ങളുടെ മക്കളെ അത്രയും സേഫ് ആയിട്ട് കൊണ്ടുവന്നാക്കാൻ. ഇത് മൈസൂര് സിറ്റി സെന്ററിലാണ്. ഓക്കെ, ലൊക്കേഷനെ പറ്റി പറയുമ്പോ അല്ലേ? അതെ, മൈസൂര് സിറ്റി സെന്ററിൽ അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മൈസൂര് സിറ്റി സെന്റർ തന്നെയാ. ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് കോളേജിലോട്ട് എത്താൻ പറ്റും എന്നതാണ് വാസ്തവം. സിറ്റി സെന്റർ തന്നെയാണ്. അതും ഒരിതാണ്. പിന്നെ സിറ്റിയിൽ പഠിക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മളെ മക്കള് നാശമായി പോകും, അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. കാരണം പെൺകുട്ടികൾക്ക് 4 കൊല്ലം ഹോസ്റ്റലിൽ നിർബന്ധമാണ്. പിന്നെ ഇവിടെ കോളേജിന്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട്. ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോഴേക്കും അവർക്ക് പ്ലേസ്മെന്റിന്റെ കാര്യങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എന്തായാലും പാസ്സാവും. കാരണം അത്രത്തോളം നല്ല ഫാക്കൾട്ടീസും നല്ല ടീച്ചിങ്ങും ആണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടുന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനോട് അന്വേഷിക്കുമ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങി പോയ ഒരുപാടുണ്ടല്ലോ, വർക്ക് ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. അന്വേഷിക്കുമ്പോൾ പഠിപ്പിക്കുന്ന കാര്യത്തിലൊന്നും ഇവിടുന്ന് ഒരു നെഗറ്റീവും ഉണ്ടാവില്ല. കുറച്ച് സ്ട്രിക്റ്റ് കൂടുതലാണെന്നേ ഉള്ളൂ. സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. സ്ട്രിക്റ്റ് എന്ന് വെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിനൊരു നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ് ഒരിക്കലും നോക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. അപ്പൊ അമലിവിടെ BSc നഴ്സിംഗിനെ പറ്റിയിട്ടും GNM പറ്റിയിട്ടും MSc നഴ്സിംഗിനെ പറ്റിയൊക്കെ പറഞ്ഞു. വേറെ ഏതൊക്കെ കോഴ്സുകളാണ് മലയാളി വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ കഴിയുക? ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഡിമാൻഡും ഏറ്റവും കൂടുതൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളത് നഴ്സിംഗ് കോഴ്സുകൾ തന്നെയാണ്. ഓൾറെഡി പറഞ്ഞല്ലോ. നഴ്സിംഗ് മാത്രമല്ല, ഇനിയിപ്പോ ഡിപ്ലോമ പ്രോഗ്രാമുകളും ഇവിടെ വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഡിപ്ലോമ പ്രോഗ്രാമിൽ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി 20 സീറ്റ് ഉണ്ട്. ഡിപ്ലോമ ഇൻ റേഡിയോളജി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി 20 സീറ്റ് ഉണ്ട്. ഡിപ്ലോമ ഇൻ മെഡിക്കൽ റെക്കോർഡ്സ് ടെക്നോളജി 20 സീറ്റ് ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി 10 സീറ്റും ഡയാലിസിസ് ടെക്നോളജി 8 സീറ്റും ഉണ്ട്. അതായത് BGS അക്കാഡമി ഫോർ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇതിന്റെ കോളേജിന്റെ പേര് വരുന്നത്. അതും ഈ ക്യാമ്പസ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് കർണാടക നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സയൻസ് എഡ്യൂക്കേഷൻ അതോറിറ്റി ആണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് സർട്ടിഫിക്കറ്റ് അല്ല, ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിപ്പോ ഇവിടുന്ന് കോളേജിൽ നിന്ന് ഓൾറെഡി രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസിലെ വിവിധ പ്രോഗ്രാമുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ BSc അനസ്തീഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ലാബ് ടെക്നോളജി പോലുള്ള കോഴ്സസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻടേക്ക് എന്ന് പറയുന്നത് OTATക്ക് 20 സീറ്റ്, കാർഡിയാക്കിന് 10 സീറ്റ്, ഇമേജിംഗ് ടെക്നോളജിക്കും ലാബ് ടെക്നോളജിക്കും 15 സീറ്റ് വീതമാണ് കൊടുത്തിട്ടുള്ളത്. അത് മേ ബി 2026 ഇവിടെ സ്ഥാപിക്കും. ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നോയ്സ് കാണുന്നുണ്ടാവും. അത് പാരാമെഡിക്കലിന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ആണ്, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയാണ് ബേസിക് ആയിട്ട് BGS കോളേജിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാലോ? വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കർണാടകത്തിലുള്ള എൻട്രൻസ് എക്സാം ആണ് KCET എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത്. കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയും. KEA കർണാടക എക്സാമിനേഷൻ അതോറിറ്റി ആണ് ഈ എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വരുന്ന 80 സീറ്റില് മെറിറ്റ് സീറ്റ് മൊത്തം പോകുന്നത് KCET ത്രൂ ആണ്. ഏതാനും സീറ്റുകൾ മാനേജ്മെന്റ് സീറ്റും അവൈലബിൾ ആണ്. അപ്പൊ മാനേജ്മെന്റ് സീറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സസ് ഏറ്റവും കൂടുതൽ വരുന്നത് +2 ഹ്യൂമാനിറ്റീസും കൊമേഴ്സും കമ്പ്യൂട്ടർ സയൻസും. അതായത് ബയോളജി പഠിക്കാത്ത കുട്ടികൾ മെഡിക്കൽ മേഖലയിലോട്ട് വരാൻ താല്പര്യമുണ്ട്, മെഡിക്കൽ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടി പുറത്തോട്ടേക്ക് ഇത് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാറ്ററൽ എൻട്രി ചെയ്യാൻ പറ്റും, BScയിലോട്ട് മാറാൻ കഴിയും. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് സയൻസ് എടുക്കാത്ത കുട്ടികൾക്ക് മെഡിക്കൽ മേഖലയിലോട്ട് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാമുകളും അടിപൊളിയാണ്. അപ്പൊ അതിന് ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, കോളേജിലോട്ട് കാര്യങ്ങളോ ചെയ്യാം. അപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കോളേജ് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും? അവർക്ക് യൂഷ്വലി നമ്മുടെ കോൺടാക്ട് നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ സ്ക്രീനിൽ, അതിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ അവൈലബിൾ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്ട്ലി കോളേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരാം. കോളേജ് വിസിറ്റ് ചെയ്യാം, കോളേജ് കാണാം, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കാം. നഴ്സിംഗിന് മാത്രമാണ് KCETയുടെ ഒരു മാൻഡേറ്ററി ഉള്ളൂ. എന്നാൽ തന്നെ ഏതാനും സീറ്റുകൾ നമുക്ക് മാനേജ്മെന്റ് കോട്ടയിലുണ്ട്. ഗവൺമെന്റ് കോട്ട അല്ലാത്ത ഏതാനും കുറച്ച് സീറ്റുകൾ മാനേജ്മെന്റ് ഉണ്ട്. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി നേരത്തെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നുള്ളതാണ് ഇതാക്കേണ്ടത്. അപ്പൊ എന്ത് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനെ എന്തായാലും കോൺടാക്ട് ചെയ്യാം. അപ്പം ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.